നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ഗലീലയിലെ കാനയിൽ എന്ന അഥനയേൽ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 43 മുതൽ 51 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പിറ്റേന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സയിദയിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് നാഥനയേലിനെ കണ്ടവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേപ്പിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നാഥനയേൽ അവനോട്, നസറേത്ത് നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, വന്ന് കാണുക എന്ന് പറഞ്ഞു. നാഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്നവനെക്കുറിച്ച് പറഞ്ഞു. നാഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ചറിയും എന്ന് ചോദിച്ചതിന്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. നാഥനയേൽ അവനോട്, റബീ, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. യേശു കപർന്നഹൂമിൽ നിന്ന് ഗലീലയ്ക്ക് പോകാനായിട്ടൊരുങ്ങുമ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. നാം ഇത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തോന്നും, യേശു ഓരോരുത്തരെയൊക്കെ ബലമായിട്ട് എന്നെ അനുഗമിക്ക എന്ന് പറയുന്നു. അതൊക്കെ താൻ ദൈവമായതുകൊണ്ടുള്ള അധികാരം അല്ലേ? അപ്പോൾ മനുഷ്യന് ഒരു ഫ്രീ വില്ലൊക്കെ ഇല്ലേ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു സർവജ്ഞാനിയായ ദൈവമാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചു. ശീമോൻ തൻ്റെ അടുക്ക് വന്നപ്പോൾ യേശു പറഞ്ഞു, നീ യോഹന്നാന്റെ മകനായ ശീമോനാണ്, നിനക്ക് കേഫ എന്ന് പേരാകും. അപ്പോൾ യേശു ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും അറിയുന്ന സർവജ്ഞാനിയായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ തന്നെ അനുഗമിക്കുവാൻ താല്പര്യമുള്ള, എനിക്ക് രക്ഷിക്കപ്പെടണം, എനിക്ക് പാപമോചനം പ്രാപിക്കണം, എനിക്ക് ആത്മീയ ജീവിതം നയിക്കണം, എനിക്ക് യേശുവിനോടുകൂടെ ഉള്ള ഒരു ആത്മീയ ജീവിതം നയിക്കണം എന്ന് താല്പര്യപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് യേശുവിനറിയാം. ഈ ദിവസങ്ങളിലൊക്കെ യേശു അവിടെ എല്ലാം വഴിയോരങ്ങളിലൊക്കെ പ്രസംഗിക്കുന്നുണ്ട്, കണ്ട സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്ന ആളുകൾ ധാരാളം അവിടെയുണ്ട്. എന്നാൽ അതിൽ എനിക്കും യേശുവിനെ അനുഗമിക്കണം, യേശുവിൻ്റെ ശിഷ്യനാകണം, എനിക്കും ഒരു ആത്മീയ ജീവിതം നയിക്കണം എന്ന് താല്പര്യമുള്ള ആളുകളെ കണ്ടെത്താൻ സർവജ്ഞാനി യേശുവിന് കഴിയും. അപ്പോൾ ഫിലിപ്പോസ് യേശുവിനെ അനുഗമിക്കുവാൻ അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് യേശു അവനെ വിളിക്കുന്നത്. അപ്പോ ഈ ഫിലിപ്പോസ് യേശുവിനോടൊത്ത് വന്ന് താമസിച്ചു. അതിനുശേഷം ഫിലിപ്പോസ് പോയിട്ട് ചെയ്തത് തൻ്റെ സുഹൃത്തായ നാഥനയേലിനോട് പറഞ്ഞു, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അന്ത്രയോസ് ചെന്ന് ശീമോനോട് പറഞ്ഞത് മശിഹേ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു, അത്രയേ ഉള്ളൂ. എന്നാൽ ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ഫിലിപ്പോസ് നാഥനയോട് ചെന്ന് പറയുന്നത്. അത് തർപ്പിച്ചുറപ്പിച്ച് പറയുകയാണ്. അത് വേറെ ആരുമല്ല, യോസേപ്പിന്റെ പുത്രനായ നസറേത്തിലെ യേശു തന്നെ. അപ്പോൾ നാഥനയേൽ ചോദിച്ചു, നസറേത്ത് നിന്ന് വല്ല നന്മയും വരുമോ? കാരണം നസറേത്തിൽ നിന്ന് മശിഹ വരും എന്നല്ലല്ലോ വാക്യം. പഴയ നിയമത്തിലെ വാക്യം ബേത്ലഹേമിൽ യേശു ജനിക്കുമെന്നാണ്. അത് യഹൂദിയിലാണ്. ഗലീലയിലെ നസറേത്തിൽ നിന്നുള്ള ആള് എങ്ങനെ യേശു ആകും, എങ്ങനെ മശീഹ ആകും എന്നാണ് നാഥനയേൽ ചോദിച്ചത്. അപ്പോൾ
ഫിലിപ്പോസിന് മറുപടി വന്ന് കാണുക എന്നാണ്. സഭാപ്രസംഗിയിലുണ്ട് എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. അതുകൊണ്ട് വന്ന് നേരിട്ട് സംസാരിക്കുക, അപ്പം വിലയിരുത്താനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ബെരോവയിലെ വിശ്വാസികളെക്കുറിച്ച് വായിക്കുന്നത്. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു, വചനം അങ്ങനെ തന്നെയോ എന്ന് അവർ ദിനംപ്രതി തിരുവെഴുത്തുകളെ ശോധന ചെയ്തു എന്നാണ്. അപ്പം അതുകൊണ്ട് നേരിട്ട് സംസാരിക്കുമ്പോൾ അത് മനസ്സിലാകും. വന്ന് കാണുക എന്ന് പറഞ്ഞു. നഥനയേല് ഒന്നറിയാമല്ലോ, തൻ്റെ സുഹൃത്ത് പറഞ്ഞ കാര്യം ശരിയാണോ അറിയാമല്ലോ. ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മശിഹയെ, ക്രിസ്തുവിനെ, പ്രവാചകന്മാർ എഴുതിയിട്ടുള്ള ആളെ അനുഗമിക്കണം, അനുസരിക്കണം. അതാണല്ലോ വേണ്ടത്. നഥനയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടിട്ട് പറയുകയാണ്, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. എന്താ സാക്ഷാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ എല്ലാം ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുന്നവനാണ് സാക്ഷാൽ ഇസ്രായേല്യൻ. അല്ലാതെ ഞാൻ അറിഞ്ഞതൊക്കെ ശരിയാണ്, ഇതിനപ്പുറത്തൊരു ശരിയില്ല എന്നല്ല. തീർച്ചയായിട്ടും ഞാൻ അറിഞ്ഞതിലും എൻ്റെ വ്യാഖ്യാനത്തിലും ശരികേടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഠിക്കണം, ഇനി അറിയണം എന്നുള്ള ആ ചിന്തയുള്ളവനാണ് സാക്ഷാൽ ഇസ്രായേല്യൻ. അപ്പോൾ നഥനയേൽ ചോദിച്ചു, എന്നെ അറിയുമോ, എന്നെ പരിചയമുണ്ടോ? യേശു പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിയുടെ കീഴിലല്ലേ ഇരുന്നത്? അതെ, ഞാനത് കണ്ടിരുന്നു. അപ്പോൾ നഥനയേൽ പറയുകയാണ്, നീ ഇസ്രായേലിൻ്റെ രാജാവ്, നീ മശിഹ. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ നിന്നെ അത്തിയുടെ കണ്ടു എന്ന് നിന്നോട് പറഞ്ഞത് കൊണ്ടാണ് നീ ഇപ്പോൾ വിശ്വസിച്ചത്. എന്നാൽ നീ ഇതിലും വലിയത് കാണാൻ പോവുകയാണ്. മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണും എന്ന് പറഞ്ഞു. ഇവിടെയും നഥനയേലിൻ്റെ ഭൂതവും വർത്തമാനവും ഭാവിയും യേശു പറയുകയാണ്. ഭൂതകാലം, ഫിലിപ്പോസ് വരുന്നതിന് മുമ്പേ നീ അത്തിയുടെ ചുവട്ടിൽ ഇരുന്ന് ദൈവവചനം ധ്യാനിക്കുകയായിരുന്നു. സാധാരണ യഹൂദന്മാർ ദൈവവചനം ധ്യാനിക്കുന്നത് തണുപ്പുള്ള അത്തിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ മുന്തിരിയുടെ ചുവട്ടിലോ ഒക്കെ ഇരുന്നാണ്. അപ്പോൾ അവനൊരു സത്യാന്വേഷിയായിരുന്നു. അദ്ദേഹം ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും ഒക്കെ എഴുതിയിരിക്കുന്ന മശിഹ തൻ്റെ കാലത്താണ് വരുന്നതെങ്കിൽ എനിക്ക് ആ മശിഹയെ കണ്ടെത്തണമെന്നോ ആഗ്രഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. അല്ലാതെ യഹൂദന്മാരുടെ ആചാര അനുഷ്ഠാനങ്ങൾ നിമിത്തം അതിനാൽ സ്വർഗത്തിൽ പോകാമെന്നൊന്നും ചിന്തിച്ചിരുന്ന ഒരാളല്ല. യേശു അത് മനസ്സിലാക്കിയിട്ടാണ് തൻ്റെ അടുക്ക് വന്ന നഥനയേലിനോട് അവൻ്റെ ഭൂതകാലവും വർത്തമാനകാലവും, ഭൂതകാലം നീ അത്തിയുടെ കീഴിലായിരുന്നു, വർത്തമാനം നീ സാക്ഷാൽ ഇസ്രായേല്യൻ, ഭാവികാലം നീ ദൈവദൂതന്മാർ സ്വർഗത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കാണും. പ്രിയപ്പെട്ടവർ, ഈ നഥനയേൽ ഗലീലയിലെ കാനാവിൽ നിന്നുള്ള ആളായിരുന്നു എന്ന് ഈ യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിലുണ്ട്. അദ്ദേഹം യേശുവിൻ്റെ ഒരു ശിഷ്യനായി തീരുവാൻ ഇടയായി, അപ്പോസ്തലനായി തീരുവാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അടുക്ക വന്ന ആളുകൾ പോയി തങ്ങളുടെ സുഹൃത്തുക്കളോടും തങ്ങളുടെ ബന്ധുക്കളോടും യേശുവിനെ കുറിച്ച് പറയണം. അങ്ങനെയാണ് ഈ മാർഗം പ്രചാരം നേടുവാൻ ഇടയായി തീരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ അറിഞ്ഞ യേശുവിനെ തീർച്ചയായിട്ടും അന്ത്രയോസ് പറഞ്ഞതുപോലെ ബന്ധുക്കളോടും ഫിലിപ്പോസ് പറഞ്ഞതുപോലെ സുഹൃത്തുക്കളോടും പറയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.